പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബൈബിൾ മെസ്സേജ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വാക്യമാണ്, കുറിവാക്യമാണ് ഞാൻ പറയുന്നത്. 1 ശമൂവേൽ 25 അധ്യായം 33 വാക്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ വിവേകം ശുദ്ധിയും രക്തപാതവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാത്തവണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ്. നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ കുറിവാക്യം. അപ്പോൾ ഒരു വിവേകമുള്ള സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വിവേകമുള്ള സ്ത്രീ അവളുടെ കുടുംബത്തെ എങ്ങനെ രക്ഷിച്ചുവെന്ന് നമുക്ക് കാണാം. ദാവീദ് രാജാവ് ഒരു സ്ത്രീയോടെ നിൻ്റെ വിവേകശുദ്ധിയും എന്ന് പറഞ്ഞ് പ്രശംസിച്ചിരിക്കുന്നു. ഭർത്താവിൻ്റെ ഭോഷത്വം മൂലം തലമുറകൾ വധഭീഷണി നേരിടുമ്പോൾ വിവേകപൂർവ്വം പ്രവർത്തിച്ച് അബിഗയേൽ എന്ന വനിതയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ പ്രശംസയ്ക്ക് പാത്രമായത് അബിഗയേൽ എന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. പഴയ നിയമത്തിൽ ശമൂവേലിൻ്റെ അധ്യായം 1 അധ്യായത്തിൽ 25 അധ്യായത്തിൽ അബിഗയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർമ്മേലിൽ കച്ചവടം ചെയ്തിരുന്ന ധനികനായ ഒരു മൊവാബ്യനായിരുന്നു നബാൽ. അബിഗയേലിൻ്റെ ഭർത്താവാണ് നബാൽ. അവൻ മഹാധനികനും എങ്കിലും അഹങ്കാരിയും ഭോഷനുമായിരുന്നു. അവൻ നബാലിൻ്റെ ഭാര്യയായ അബിഗയേൽ എന്നാൽ ഒരു നല്ല സ്ത്രീയും നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു. അപ്പോൾ ആടുകളുടെ രോമം കത്തിരിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു ഉത്സവം പോലെയാണ്. അവിടെ അനേകം ആൾക്കാർ കൂടുകയും നമ്മുടെ കല്യാണത്തിനൊക്കെ ആൾക്കാരെ വിളിക്കുന്നത് പോലെ അനേകം പേരെ വിളിച്ച് സദ്യയൊക്കെ നടത്തി ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അവിടുത്തെ ഈ രോമം കത്തിരിക്കുന്ന പരിപാടി. അപ്പോൾ നമ്മളെ വിളവെടുപ്പൊക്കെ വിളവെടുപ്പൊക്കെ ചിലർ ഈ തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ പോലെയുള്ള ഒരു ഭയങ്കര വിളവെടുപ്പ് ഉത്സവം പോലെ തന്നെയാണ് ഈ ആടിൻ്റെ രോമം കത്തിരിക്കുന്നത്. വലിയ വിരുന്ന് അവർ കഴിക്കും. വിരുന്ന് കഴിച്ച് അവർ ആൾക്കാരെ എല്ലാം വിളിച്ച് ഒന്നിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നബാലിൻ്റെ ഒരുപാട് ആടുകൾ, അയാൾ മഹാധനിയനായിരുന്നു. ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തര നടത്തുന്നതെന്ന് അറിഞ്ഞ് ദാവീദും കൂട്ടരും ഓഹരി നൽകാനായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ദാവീദും കൂട്ടരും ശൗലിനെ പിടിച്ച പല സ്ഥലങ്ങളിലും ഇങ്ങനെ പാർക്കുമായിരുന്നു. ഗുഹകളിൽ, മരുഭൂമിയിലൊക്കെ പോയി പാർക്കുമായിരുന്നു. ശൗൽ രാജാവ് എപ്പോഴും ദാവീദ് രാജാവിനെ കൊല്ലാനും വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അപ്പം ഈ നബാലിൻ്റെ ആടുകളെ, അപ്പോൾ ഒരു സ്ഥലത്ത് കൂടി നബാൽ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള അവരുടെ ആട്ടിടയന്മാരുടെ കൂടെ വസിക്കുകയും അവരുടെ ആടുകളെ പരിപാലിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, കുറേ ധനിയനാണെന്ന് പറഞ്ഞില്ലേ, അവരുടെ മൃഗങ്ങളെ ഒക്കെ പരിപാലിച്ച് അവരൊരുപാട് ഉപകാരം ചെയ്തു. നബാലിൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്ത മനുഷ്യനാണ് ദാവീദ് രാജാവും കൂട്ടരും. അപ്പോൾ ആ സമയത്താണ് രോമം കത്തിരിക്കുന്നതായിട്ടുള്ള പരിപാടി അവിടെ നടക്കുന്നത്. അപ്പോൾ ദാവീദ് ഒരു ഓഹരി അവർക്കും കൂടെ നൽകണമായിട്ട് അപേക്ഷിക്കുന്നു. ഒരു ദൂതനെ വിടുകയാണ്. നിങ്ങളുടെ ആടുകളെയൊക്കെ ഒന്ന് പരിപാലിച്ചു, നിങ്ങളുമായിട്ട് നല്ല സഖ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ വലിയ രോമം കത്തിരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പം നിങ്ങൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് ആ ദൂതനെ വിടുകയാണ്. അപ്പോൾ നബാലിൻ്റെ ബാല്യക്കാരൻ ആടുകളുമായി, ദാവീദും കൂട്ടരുമാണ് അവരെ രക്ഷിച്ചത്. അവരെ ഒരു ഉപദ്രവിക്കാതെയും കൊള്ളയടിക്കാതെയും ഇരുന്നെന്ന് മാത്രമല്ല, അവർക്കൊരു മതിൽ പോലെ സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തു. ദാവീദിൻ്റെ ആൾക്കാർ, എന്നാൽ നബാൽ ഇതൊന്നും അറിയാതെ ദാവീദിനെക്കുറിച്ചുള്ള കേട്ടറിവ് വെളിച്ചത്തിലാണ് ദാവീദിനെ പരിഹസിച്ച് അപമാനപ്പെടുത്തി, ദാവീദിൻ്റെ ബാല്യക്കാരനെ അപമാനപ്പെടുത്തി പരിഹസിച്ച് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ കുപിതനായി ദാവീദ് രാജാവ് വളരെയധികം ദേഷ്യപ്പെട്ട് കുപിതനായി. അയാൾ എന്ത് ചെയ്തെന്നറിയാമോ?
അത് നബാലിനോട് യുദ്ധത്തിന് പുറപ്പെടും. 400 പേരോട് പറഞ്ഞ് അരയ്ക്ക് വാള് കെട്ടുവിൻ, അരയിൽ വാള് കെട്ടുവിൻ, നമ്മൾ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, യുദ്ധത്തിന് പോവാം, അവരെ അവൻ്റെ കുടുംബത്തെ എല്ലാം കൊന്ന് നശിപ്പിക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അവർ യുദ്ധത്തിന് പുറപ്പെടും. അപ്പോൾ ഈ ഒരു ബാല്യക്കാരൻ ഇത് കേട്ടു. അയാൾ ഓടിച്ചെന്ന് നബാലിൻ്റെ ഭാര്യയായ അബിഗേലിനോട് പറയുകയാണ് ഈ സംഗതികളെല്ലാം പെട്ടെന്ന് അവൾ എന്നാ ചെയ്യുന്നറിയാമോ, അവൾ ബുദ്ധിപൂർവ്വം വേഗത്തിൽ പ്രവർത്തിച്ച് എന്താണെന്ന് കുറേ ഭക്ഷണ സാധനങ്ങൾ, അപ്പവും വീഞ്ഞും മുന്തിരി അടകളും എല്ലാം എടുത്ത് ഒരു കഴുതപ്പുറത്ത് കെട്ടി വെച്ച് വളരെ വേഗത്തിൽ തെളിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം വളരെ വേഗത്തിൽ കുതിരയെ തെളിച്ച് വിടുകയാണ്. അങ്ങനെ അവൾ ദാവീദ് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. നബാലിൻ്റെ അപ്പോൾ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭോഷത്വ മൂലമാണ് ഇത് സംഭവിച്ചത്, അങ്ങ് പൊറുക്കണമേ, എന്നോട് പൊറുക്കണമേ, അത് അങ്ങ് ഭർത്താവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, അങ്ങ് എൻ്റെ ഇതൊക്കെ സ്വീകരിച്ചാലും എന്നെ ഉപേക്ഷിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് അബിഗേൽ ദാവീദ് രാജാവിനോട് യാചിക്കുകയാണ്. അങ്ങനെ യാചിച്ചപ്പോൾ മനസ്സലിഞ്ഞ് ദാവീദ് രാജാവ് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം സ്വീകരിച്ചു. അപ്പം ഇവൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത് കൊണ്ട്, അബിഗേൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത് കൊണ്ട് ഭർത്താവിനോട് പോയി ചോദിക്കാനോ യാത്രാനുമതി നേടുവാനോ ഒന്നും അവൾ തുനിഞ്ഞില്ല. അവളെ പെട്ടെന്ന് വളരെയധികം ബുദ്ധിപൂർവ്വം അവൾ വേഗത്തോടെ പ്രവർത്തിച്ച് ആ വലിയ ഒരു യുദ്ധം ആ കുടുംബത്തെ രക്ഷിച്ചു. അവൻ്റെ തലമുറകളെയെല്ലാം നശിപ്പിക്കാനിരുന്ന അവൻ്റെ കുടുംബത്തെ രക്ഷിച്ച ബുദ്ധിമതിയായ ഒരു ഭാര്യയാണ് അബിഗേൽ. അപ്പം അബിഗേലിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഒന്നാമത് പറഞ്ഞ അവൾ ബുദ്ധിമതിയായിരുന്നു. അതിനകത്ത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 26-ാമത്തെ 19-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ദാവീദും കൂട്ടിനും ആഹാരം നൽകേണ്ടതിന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടതിൻ്റെ ആവശ്യത അവൾക്ക് മനസ്സിലായി. ക്രുദ്ധനായി വരുന്ന ദാവീദ് രാജാവിൻ്റെ തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി അവളുടെ മുമ്പിൽ താണു വീഴുള്ള മാർഗമേ ഉള്ളെന്ന് അവൾ മനസ്സിലാക്കി അവൾ രാജാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. ദാവീദിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. അവളെപ്പോലെ ബുദ്ധിപൂർവ്വം സംസാരിക്കുവാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവനെ പറഞ്ഞ് മനസ്സിലാക്കാനും അവൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെ അവൾ വിജയിച്ചു. പിന്നെ അവൾ ധൈര്യവതിയായിരുന്നു. രണ്ടാമത്തെ ക്വാളിറ്റി അവിടെ എന്താണെന്ന്, അവൾ ധൈര്യവതിയുള്ള സ്ത്രീയായിരുന്നു. അതും 25-ാമത്തെ 1 ശമൂവേൽ 25-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 400 പേരുമായി യുദ്ധത്തിന് വരുന്ന ധീരനായ യോദ്ധാവിനെ നേരിൽ കണ്ട കാര്യം പറഞ്ഞ് കൃത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. അവളത് ധൈര്യവതിയായിരുന്നു. ഒരു സ്ത്രീ ഉരുമ്പെട്ടാൽ അസാമാന്യ ധൈര്യത്തോടെ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഭർത്താവിനോട് പോലും കാര്യങ്ങൾ പറയാതെ അവൾ കഴുതപ്പുറത്ത് കയറി യാത്ര തിരിച്ച്, അങ്ങനെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് പോലും നടന്നിരുന്ന ഒരു കാലമായിരുന്നു. മൂടുപടമൊക്കെ ഇട്ട് സ്ത്രീകൾക്ക് വെളിയിൽ പോകാനോ അങ്ങനെയൊക്കെയുള്ള ഒരു വിലക്കുകളുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവൾ അത് ധൈര്യപൂർവ്വം പോയി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനായിട്ട് വളരെ ധൈര്യമുള്ളൊരു സ്ത്രീയായിരുന്നു നമുക്ക് മനസ്സിലാവും. മൂന്നാമതായിട്ട് അവളൊരു പ്രവാചകിയായിരുന്നു. അതും 29-ാമത്തെ 1 ശമൂവേൽ 29-ാമത്തെ അധ്യായത്തിൽ 28 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അവളൊരു പ്രവാചകിയായിരുന്നു. ദാവീദിനുള്ള ദൈവാലോചനയുമായിട്ട് അബിഗേൽ അവനെ എതിരേറ്റത്. ദൈവത്തിൻ്റെ ആലോചനമായിട്ടാണ് അബിഗേൽ അവനെ എതിരേറ്റത്. യഹോവ ദാവീദിന് സ്ഥിരമായൊരു ഗ്രഹം പണിയുമെന്നും ദൈവത്തിൻ്റെ യുദ്ധങ്ങളെയൊക്കെ ദാവീദ് നടത്തുമെന്നും മനുഷ്യർ അവനെ പിന്തുടർന്ന് ജീവഹാനി വരുത്തുവാൻ ഇച്ഛിച്ചാലും യാതൊന്നും ഉണ്ടാകുകയില്ലെന്നും ഉള്ള ഒരു ദൂത് ദാവീദിന് കൊടുത്തു. ആ ദൂത് കേട്ട് ദാവീദ് ധൈര്യം ഉന്മേഷവും പകർന്ന് അകാരണമായി രക്തം ചിന്തുന്നത് മൂലം ഉണ്ടാകുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ച് ദാവീദിന് അതിന് നിമിത്തം
അനുഭവിക്കേണ്ടി വരുന്ന മനോവസ്ഥയെക്കുറിച്ച് ഓർപ്പിച്ചുണർത്തിയപ്പോൾ അവൻ ആ കൃത്യത്തിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അവൾ ഒരു പ്രവാചകയായിരുന്നു. മൂന്നാമത്തെ ഗുണമാണ് അവളൊരു പ്രവാചകയായിരുന്നു. നാലാമത്തെ കാര്യം, അവൾ വിശ്വസ്തയായ ഒരു സ്ത്രീയായിരുന്നു. 25-ാമത്തെ അധ്യായത്തിൽ 1 ശമൂവേൽ 25-ൽ 37-ാം അധ്യായത്തിൽ പറയുന്നത്, തൻ്റെ കുടുംബത്തിന് നിലനിൽപ്പിനായി ദൈവാലോചന പ്രകാരം പ്രവർത്തിച്ച അബിഗയിൽ ദാവീദിനെ കാണുവാൻ പോയപ്പോൾ ഭർത്താവിനോട് മറച്ചു വച്ചില്ല. അവൾ മടങ്ങി വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു. അയാൾ മദ്യം കുടിച്ച് നിൽക്കുന്നു. പിറ്റേ ദിവസം മദ്യമെല്ലാം കെട്ടടങ്ങിയപ്പോൾ അവൾ ഈ കാര്യങ്ങൾ ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ നബാലിന് വളരെയധികം ഷോക്കായിപ്പോയി. ആ ഷോക്കിൽ നിന്നും പിന്നെ റിവൈവ് ചെയ്തില്ല. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നബാൽ മരിക്കുകയാണ് ഉണ്ടായത്. മരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടായെന്നാണ് നമ്മൾ ബൈബിളിൽ പറയുന്നത്. പിന്നെ 5-ാമത്തെ ക്വാളിറ്റി അവൾ എന്താണെന്ന് വെച്ചാൽ, അവൾ ഭർത്താവിൻ്റെ കുറ്റം സ്വയം ഏറ്റെടുത്തു. അവൾ ഭർത്താവ് അവിവേകം കാണിച്ചു എന്ന വസ്തുത അബിഗയിൽ മറച്ചു വെച്ചില്ല. അത് ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ അവൾ അവതരിപ്പിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു, എന്നോട് ക്ഷമിക്കണേ എന്നുള്ള രീതിയിൽ അവൾ പ്രവർത്തിച്ചു. അവൾ അതിൽ വിജയിച്ചു. അപ്പം യഹോവ നബാലിനെ ദണ്ഡിപ്പിക്കുകയോ അവൻ മരിച്ചു പോവുകയും ചെയ്തതായി നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ ഉടനെ ദാവീദ് നബാൽ തന്നെ നിന്ദിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറയുന്നു. എന്നാൽ അബിഗേലിനോടുള്ള ദൈവനീതിയും ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദുഷ്ടതയും ക്രൂരതയുമുള്ള ഭർത്താവിൽ നിന്നും അബിഗേലിനൊരു മോചനം നൽകുന്നതിനാണ് ദൈവം അവനെ നീക്കിക്കളഞ്ഞെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഭർത്താക്കന്മാരുടെ ദുഷ്ടതയും പീഡനവും നിമിത്തം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾ ആശ്വാസം പകരുന്ന ചിന്തയാണിത്. മാനസാന്തരത്തിനായിട്ട് ദൈവം നൽകുന്ന അവസരങ്ങൾ അവഗണിച്ചാൽ അവരുടെ ജീവൻ പോലും എടുത്തു കളയുവാൻ ദൈവം ശക്തനാണെന്നുള്ള മുന്നറിയിപ്പും ഇവിടെയുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നത് വരെ ക്ഷമയോടെ സഹിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അബിഗയേൽ എന്ന ഒരു വ്യക്തിയെ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞ് അബിഗയേലിനെ ദൂതന്മാരെ അയച്ചു. ദാവീദ് രാജാവിൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് താല്പര്യമാണോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദാസി എന്ന് പറഞ്ഞ് അവളത് അക്സെപ്റ്റ് ചെയ്തു. അവളും 2-3 തോഴിമാരും കൂടി ദാവീദിൻ്റെ അടുക്കിലേക്ക് പോയി. അവന് ഭാര്യയായി തീർന്ന് നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. അപ്പം അബിഗയേൽ ദാവീദിനോടൊപ്പം ദുർഗങ്ങളിൽ പാർക്കുകയും കഷ്ടം അനുഭവിക്കുകയും ചെയ്ത ദുഷ്ടനായ നബാലിന് പകരം ദൈവം അവൾക്കൊരു നല്ല ഭർത്താവിനെ നൽകി. ശൗൽ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗലിനായ ഫലസ്തീന് കൊടുത്തതിന് പകരം ദാവീദ് വിവേകമുള്ളൊരു ഭാര്യയെ ദൈവം നൽകുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് നമുക്ക് അബിഗയേലിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ വിവേകമുള്ള സ്ത്രീ എങ്ങനെയാണ് അവളുടെ കുടുംബത്തെ വിവേകപൂർവ്വം അവൾ രക്ഷിച്ചതെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ വിവേകത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പല ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ദൈവത്തിൻ്റെ കൃപയാണ് അബിഗയേലിനെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. അവളൊരു പ്രവാചകയായിരുന്നു, ഒരു ദൈവഭക്തയായിരുന്നു. ദൈവം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. അപ്പം ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും ഒക്കെ തരാൻ മറക്കരുത്. കമൻസും സബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വിവേകമുള്ള സ്ത്രീയെപ്പോലെ നമുക്കും പ്രവർത്തിക്കാം. അത് വിവേകത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പ്രവർത്തിക്കാൻ നമ്മളെ എല്ലാവരും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം മഹത്വീകരിക്കപ്പെടട്ടെ. എല്ലാവർക്കും ഒരു ബൈ പറയാൻ സമയമാകുന്നു. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലസ്സഡ് ഡേ. ബൈ.